ഓം ശാന്തി. ശക്തിശാലി യോഗ അനുഭൂതി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു ബിന്ദു രൂപ ആത്മാവാണ്. മനസ്സിൽ കേവലം ഒരു ബിന്ദു ശിവബാബയുടെ ഓർമ്മയാണ്. പരമധാമ നിവാസി, പരം ജ്യോതി ബിന്ദു, പരം പവിത്ര, സർവശക്തികളുടെയും പരമസ്രോതസ്സായ, ശക്തികളുടെ സ്രോതസ്സായ ശിവബാബ. ഞാൻ ആത്മാ ദിവ്യദൃഷ്ടിയിലൂടെ പരമധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയെ സ്പഷ്ടമായി കാണുന്നു. ശക്തികളുടെ സൂര്യനായ ബാബ പരമധാമത്തിൽ പ്രകാശിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു. ശക്തികളുടെ സൂര്യൻ സർവശക്തിവാൻ ശിവബാബയുടെ അനന്ത കിരണങ്ങൾ. ഞാൻ ആത്മാബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഏതുപോലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ സൂര്യകിരണങ്ങൾ കേന്ദ്രീകൃതമാകുമ്പോൾ അഗ്നി ഉണ്ടാകുന്നത് പോലെ ശക്തികളുടെയും സൂര്യനായ ശിവബാബയുടെ സർവശക്തി സമ്പന്ന കിരണങ്ങൾ ഞാൻ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് യോഗാഗ്നി പ്രജ്വലിതമാകുന്നു. ഞാൻ ആത്മീയ യോഗ ഭട്ടിയിലിരിക്കുന്നു. ഈ ആത്മീയ ഭട്ടിയുടെ അഗ്നിയിൽ ഞാൻ ആത്മാവിലെ പഴയ സംസ്കാരങ്ങളെല്ലാം ഭസ്മമാക്കുന്നു. തമോരജോ ഗുണങ്ങളുടെ ക്ലാവിളകിപ്പോകുന്നു. ബാബയുടെ ശക്തിശാലി കിരണങ്ങളാൽ ആത്മാവിലെ വികാരങ്ങളുടെ അംശം അഗ്നിയിൽ കത്തിപ്പോകുന്നു. അനേക ജന്മങ്ങളിലെ വികർമ്മങ്ങൾ കത്തി ഭസ്മമാകുന്നു. ഈ പ്രകാരത്തിൽ ഭട്ടിയിൽ തപിച്ച് മുഴുവൻ അഴുക്കുകളും സമാപ്തമാകുന്നു. ഞാൻ ആത്മാ പൂർണ്ണ രൂപത്തിൽ ശുദ്ധമായി കൊണ്ടിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ മുഴുവൻ അശുദ്ധിയും സമാപ്തമാക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ ശുദ്ധമാണ്, നിർമ്മലമാണ്, പവിത്രമാണ്, നിർവികാരിയാണ്. ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തെ കാണുന്നു. എൻ്റെ മസ്തകത്തിൽ, നയനങ്ങളിൽ, മുഖത്തിൽ യോഗത്തിൻ്റെ തേജസ്സുണ്ട്. പവിത്രതയുടെ തിളക്കമുണ്ട്. ആത്മീയതയുടെ തിളക്കമുണ്ട്. എൻ്റെ യോഗജ്വാല 4 ഭാഗത്തും വ്യാപിച്ച് ആത്മാക്കളെയും പ്രകൃതിയെയും ശുദ്ധവും പവിത്രവുമാക്കുന്നു. ഞാൻ സ്വയം പ്രതിജ്ഞ ചെയ്യുന്നു, വളരെ വളരെ മധുരമുള്ളതായി മാറണം. എല്ലാവരെയും സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൃഷ്ടിയിലൂടെ കാണണം. ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. യോഗത്തിൻ്റെ സിദ്ധിയിലൂടെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ശാന്തമാകുന്നു, ശീതളമാകുന്നു. കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത
അല്പം പോലും ഇല്ലാതാക്കുന്നതാണ് പക്കായോഗി. ഒരു ശരീരധാരിയിലും കണ്ണു പെട്ടുപോകരുത്. ഇത് വാനപ്രസ്ഥാവസ്ഥയാണ്. ബാബ പറയുന്നു, ഉണരൂ പ്രിയതമകളെ. ബാബയുടെ നിർദ്ദേശമാണ്, ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. ഈ സമയത്ത് ബാബയെപ്പോലെ പ്രിയപ്പെട്ട വസ്തുവായി മറ്റൊരാളുമില്ല. കൂടുതൽ ഓർമ്മയിലിരിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാകുന്നു. യോഗാഗ്നിയിലൂടെയുള്ള സിദ്ധി പൂർണ്ണമാകുന്നില്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമായിരിക്കില്ല. ഞാൻ ബാബയിൽ നിന്ന് ലഭിക്കുന്ന അമൂല്യരത്നങ്ങളാൽ സഞ്ചി നിറക്കുന്നു. ഞാൻ ബുദ്ധിയാകുന്ന സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറക്കുന്നു. ഏറ്റവും നല്ല രത്നം മന്മനാഭവയാണ്. ബാബ ഓരോ കുട്ടിയെയും തനിക്ക് സമാനമാക്കുന്നു. സേവാധാരിയായ കുട്ടികളെ ബാബ സ്നേഹിക്കുകയും പാലന ചെയ്യുകയും ചെയ്യുന്നു. ബാബ ജീവദാനം നൽകുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളെപ്പോലെ സർവോത്തമമായ ജ്ഞാനം മറ്റൊന്നില്ല. ഞാൻ ദയാമനസ്കനായി മാറുന്നു. ബാബയുടെ പൂജയാണ് ഏറ്റവും ഉത്തമമായ പൂജ. ബാക്കിയുള്ള പൂജയെല്ലാം മധ്യമമാണ്. പതിതമായ മനുഷ്യരെയും പൂജിക്കുന്നു. ബാബ ജ്ഞാനദാനം ചെയ്യാൻ പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് സേവനമെന്ന ചിന്തയിലിരിക്കണം. രാജയോഗത്തിലൂടെ ജീവിതമാകുന്ന തോണി അക്കരയെത്തുന്നു. മനസ്സ് വികാരത്തിലേക്ക് പോകുന്നില്ലല്ലോ എന്ന് ശ്രദ്ധിക്കുന്നു. വികാരികൾ കക്കയ്ക്ക് സമാനമായവരാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ച് താമര പുഷ്പ സമാനമാക്കൂ. മനസ്സ വാച കർമ്മണ പവിത്രമായി മാറൂ. ഞാൻ ഡബിൾ അഹിംസകനാണ്. വികാരത്തിൽ പോകുന്നില്ല, യുദ്ധവും ചെയ്യുന്നില്ല. ഞാൻ ബാബയെ ഓർമ്മിച്ച് സമ്പത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഓർമ്മിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ കാണിക്കില്ല. ബാബയുടെ നിർദ്ദേശമാണ്, മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ജ്ഞാനദാനം ചെയ്യൂ. ജ്ഞാനിയും യോഗിയുമായി മാറൂ. തൻ്റെ അവഗുണങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ചെയ്യൂ. സ്വഭാവത്തെ മധുരമുള്ളതാക്കി മാറ്റണം. എല്ലാവരുടെ പ്രതിയും സ്നേഹത്തിൻ്റെ ദൃഷ്ടി വയ്ക്കണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. കർമ്മേന്ദ്രിയങ്ങളെ ജയിച്ചതാകണം. ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വിധിയിലൂടെ സർവഗുണസമ്പന്നനായി മാറുന്നതിനുള്ള പുരുഷാർത്ഥത്തിൽ സദാ വിജയിയാകുന്നു. സമ്പൂർണ്ണ സമർപ്പണമായവർക്ക് സങ്കല്പത്തിൽ പോലും ദേഹാഭിമാനമുണ്ടാകില്ല. ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനത്തെ പോലും സമർപ്പണം ചെയ്യണം. സർവഗുണസമ്പന്നനാകുന്നു. അവർക്ക് ബാബ സദാ വിജയീ ഭവ എന്ന വരദാനം നൽകുന്നു. മനസ്സിനെ വശത്താക്കുന്നവർക്ക് മാത്രമേ മന്മനാഭവയായി മാറാനാകുകയുള്ളൂ. ഓം ശാന്തി.